കാസർഗോഡ് നീലേശ്വരത്ത് നാട്ടുകാരെ ആക്രമിച്ചിരുന്ന കൃഷ്ണപരുന്തിനെ പിടികൂടി. പരുന്തിനെ വനംവകുപ്പിന് കൈമാറുമെന്നറിയുന്നു. ഈ പറയുന്ന പ്രദേശത്ത് അരുൺ പാറയ്ക്കൽ എത്തിയിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നീലേശ്വരം SS കലാമന്ദർ റോഡിലാണ്. ഇവിടെ പ്രസാദേട്ടൻ്റെ വീട്ടുപരിസരത്താണ് ഞാൻ നിൽക്കുന്നത്. പരുന്ത് നമുക്കൊന്ന് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ആ പരുന്തിനെ പിടികൂടിയിട്ടുണ്ട്. ജനുവരി 26-ന് ഈ പരുന്തിനെ ഇവിടുന്ന് വനംവകുപ്പ് പിടികൂടി കർണാടകയിലെ കോട്ടഞ്ചേരി വനമേഖലയിലേക്ക് പറത്തിവിട്ടിരുന്നു. പിന്നെയും ആ പരുന്ത് തിരിച്ചെത്തി നാട്ടുകാരെ ആക്രമിക്കുകയായിരുന്നു. 20-ലധികം ആളുകളെ ഈ പ്രദേശത്ത് നിന്ന് ഈ പരുന്ത് ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നാട്ടുകാരെ ഒന്നാകെ വട്ടം കറക്കിയ പരുന്തായിരുന്നു. വനംവകുപ്പിന് വട്ടം ചുറ്റിച്ചൊരു പരുന്തായിരുന്നു. പരുന്തിനെ പിടികൂടി വനമേഖലയിലേക്ക് എത്തിച്ച് വീണ്ടും ഈ പരുന്ത് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ വാർഡ് മെമ്പർ നമുക്കൊപ്പം ചേരുകയാണ്. എത്ര ആളുകളെ കൊത്തിയിട്ടുണ്ട്? ഏകദേശം ഒരു മാസത്തിനിടയ്ക്ക് ഒരു 10-20 പേരെങ്കിലും എടുത്തിട്ടുണ്ടാകും. കാരണം നമുക്കറിയാം, ഈ മലയോര മേഖലയിൽ പുലിശല്യമാണെങ്കിൽ ഞങ്ങൾ നഗരമേഖലയിൽ ഈ പരുന്ത് ശല്യമായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി. എല്ലാ ദിവസവും 2 കൗൺസിലർമാർ, ഞങ്ങൾ 2 കൗൺസിലർമാർക്കും വരുന്ന ഫോൺ കോളുകൾ മുഴുവനായും വരുന്നത് ഇതിൻ്റെ അക്രമത്തിനേറെ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ അവിടെ സഹകരിക്കുന്നുണ്ട്. ഏത് ദിവസം വിളിച്ചാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരും. ഒരു വർഷം 26-ാം തീയതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സാധനം കൊണ്ടുപോയിരുന്നുവെങ്കിലും വീണ്ടും അത് 4 വർഷം ശേഷം വീണ്ടും അത് തിരിച്ചു വന്നു. ഇപ്പോൾ ഇന്നലെ രാത്രി വരെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് അക്രമത്തിനിരയായിട്ടുണ്ട്. ഈ പരുന്തിനിപ്പോൾ മറ്റൊരു പരുന്ത് കൂടി തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അത് കാണാൻ കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ അതിനെ കാണുന്നില്ല. എന്താ സംഭവം അറിയില്ല. പക്ഷേ ഇതാണ് കുറച്ചുകൂടി കൂടുതൽ അക്രമകാരി. സാധാരണ പരുന്തുകളൊക്കെ അങ്ങനെ അക്രമകാരിയല്ല, പക്ഷേ ഇവിടെ എന്തോ ഇതിനകത്ത് വലിയ അക്രമം നേരിടേണ്ടി വന്നു. എസ് കെ, ഈ പ്രദേശത്തെ പല ആളുകൾക്കും കൈക്കും തലയ്ക്കും ഒക്കെ കൊത്ത് കിട്ടിയിട്ടുണ്ട്. ആഭരണങ്ങളാണ് പ്രധാനമായും ഈ പരുന്ത് ലക്ഷ്യമിടുന്നത്. ആഭരണങ്ങൾ കൊത്തിവലിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പരുന്ത് പിടിച്ച പ്രസാദേട്ടൻ അത് അദ്ദേഹം മുണ്ട് ഉപയോഗിച്ചാണ് ജനാലയിൽ ഇരിക്കവേ പരുന്തിനെ പിടിച്ചത്. പ്രസാദേട്ടൻ ചേരുകയാണ്. പ്രസാദേട്ടൻ എപ്പോഴാണ് പിടിച്ചത്? രാവിലെ ഒരു 8 മണിയോടുകൂടിയാണ്. ഇത് വീടിൻ്റെ പുറകിൽ അടുക്കള ഭാഗത്തിരിക്കുമായിരുന്നു. ഒരു ചെറിയ അലമാരയുടെ മുകളിൽ ഒരു മരത്തിൻ്റെ അലമാരയുണ്ട്, അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം അതിനൊരു സാധാരണഗതിയിൽ നമ്മൾ കൈകൊണ്ട് തൊട്ടാലൊന്നും പറന്നു പോകുന്നതല്ല. അങ്ങനെ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പരുന്ന് അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു പഴം കൊടുത്തു. പഴം എടുത്ത് കഴിച്ചു. ആ സമയത്തൊരു മുണ്ട് അതിൻ്റെ മേലെ കവർ ചെയ്ത് പിടിച്ചിട്ട് ദേഹത്ത് മാന്തുവെന്നുള്ളൊരു ചെറിയ ഇതുള്ളതുകൊണ്ടാണ് മുണ്ടിട്ട് പിടിച്ചത്. എന്നിട്ട് അതിനെ ഈ ബാസ്ക്കറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കൊത്തുകിട്ടിയ ആളുകളുണ്ടോ അവിടെ? കൊത്തുകിട്ടിയ ആളുകളുണ്ട്. ഈ നിൽക്കുന്ന സഹോദരിമാരെല്ലാം കൊത്തുകിട്ടിയവരാ. എസ് കെ, ഈ പരുന്തിന്റെ ആക്രമണം ഉണ്ടായ കൊത്തുകിട്ടിയ ആളുകളൊക്കെ ഉണ്ട്. ചേച്ചി എങ്ങനെയാണ് കൊത്തിയത്? ഒരു ദിവസം രാവിലെ വെള്ളമൊഴിക്കാൻ ഇറങ്ങുമ്പോൾ കൊത്തി. പിന്നെ ഒരു ദിവസം പുകാസേൻ്റെ പരിപാടി ഉണ്ടായി. അതിന് പോകാൻ ഇറങ്ങുമ്പം ഇങ്ങനെ ചോര വന്നു കൊത്തിയിട്ട്. പിന്നെ ഒരു ദിവസം അതുപോലെ തന്നെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് വീണ്ടും കൊത്തി. സ്ത്രീകളായിരുന്നു ആക്രമിച്ചിരുന്നത് പരുന്ത്? സ്ത്രീകളെ അധികമായിട്ട് ആക്രമിക്കുന്നത് പരുന്ത്. എസ് കെ, അത് തന്നെയാണ്. ഈ പരുന്ത് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരുന്നത്. ആഭരണങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ കൈക്കും അതുപോലെ തന്നെ ചെവിക്കും തലയ്ക്കുമൊക്കെ കൊത്തിയിരുന്നെന്നാണ് പറയുന്നത്. കഴുത്തിലെ മാലയൊക്കെ കൊത്തിപ്പറിക്കുന്നതിന് വേണ്ടി പരുന്ത് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ പരുന്ത് ഈ ഒരു ബക്കറ്റിലേക്ക് പരുന്തിനെ മാറ്റിയിട്ടുണ്ട്. വനം വകുപ്പ് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പരുന്തിനെ കൊണ്ടുപോകും. ഇനി വനം വകുപ്പിന് ആശങ്കയുള്ളത് ഇതിനെ അധികകാലം കൂട്ടിലിടാൻ പറ്റില്ല. ഏത് വനമേഖലയിലാണ് ഇതിനെ പറത്തിവിടുക എന്നത് വലിയ തോതിലുള്ളൊരു ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്.